തപ്പുകൊട്ടി മേളമൊരുക്കി താളവടവിൽ താവടിതുള്ളി പുലവൃത്തമാടി വിനോദഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിതുള്ളി കോലംതുള്ളിലേക്ക് കവുങ്ങിൻപാളിയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ? തപ്പുകൊട്ടി മേളമൊരുക്കി താളവിടവിൽ താവടിതുള്ളി പുലവൃത്തമാടി വിനോദഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിതുള്ളി കോലംതുള്ളിലേക്ക് കവുങ്ങിൻപാളിയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരങ്ങൾ? ഉത്തരം എ. തിറയാട്ടം, ബി. പടയണി, സി. കളമെഴുത്തുപാട്ട്, ഡി. മുടിയേറ്റി. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടവിൽ താവടിതുള്ളി പുലവൃത്തമാടി വിനോദഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിതുള്ളി കോലംതുള്ളിലേക്ക് കവുങ്ങിൻപാളിയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരങ്ങൾ എന്ന് ചോദിച്ചാൽ ഉത്തരം ബി. പടയണിയാണ്. ഉത്തരം ബി. പടയണി. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പടേനി എന്നും പറയാറുണ്ട്. എ ഡി 8-ാം നൂറ്റാണ്ടിനു മുൻപും പടയണി ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പടേനി എന്നും പറയാറുണ്ട്. എ ഡി 8-ാം നൂറ്റാണ്ടിന് മുൻപും പടയണി ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ദേവീപ്രീണനത്തിനും പിശാചുക്കളെ ഉച്ചാടനം ചെയ്യാനും പടയണി കഴിക്കും. ദേവീപ്രീണനത്തിനും പിശാചുക്കളെ ഉച്ചാടനം ചെയ്യാനും പടയണി കഴിക്കും. പടയണിക്ക് കാർഷിക വൃത്തവുമായും ബന്ധമുണ്ട്. വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉർവരതാനുഷ്ഠാനമായി ഇതിനെ കാണുന്നുണ്ട്. പടയണിക്ക് കാർഷിക വൃത്തവുമായി ബന്ധമുണ്ട്. വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉർവരതാനുഷ്ഠാനമായി ഇതിനെ കാണുന്നുണ്ട്. തപ്പാണ് പ്രധാന വാദ്യം. താളാത്മകമായ കലാരൂപമാണിത്. തവിൽ, മദ്ദളം, കൈമണി എന്നിവ മറ്റ് വാദ്യങ്ങളാണ്. ഗണപതി, ജീവകവിത്തം, ചെമ്പട, എടായം, ഏഴാം മാത്ര, തോം, തിമിംതക എന്നിവയാണ് താളങ്ങൾ. തപ്പാണ് പ്രധാന വാദ്യം. താളാത്മകമായ കലാരൂപമാണിത്. തവിൽ, മദ്ദളം, കൈമണി എന്നിവ മറ്റ് വാദ്യങ്ങൾ. ഗണപതി, ജീവകവിത്തം, ചെമ്പട, എടായം, ഏഴാം മാത്ര, തോം, തിമിംതക എന്നിവയാണ് താളങ്ങൾ. പുറപ്പാട്, കലാംപൂജ, കച്ചിക്കൊട്ട്, കപ്പോലി, കാവടിതുള്ളൽ, കോലംതുള്ളൽ എന്നിവയെല്ലാം പ്രധാന ചടങ്ങുകളാണ്. അപ്പോൾ പടയണിയുടെ പ്രധാന ചടങ്ങുകളാണ് പുറപ്പാട്, കലാംപൂജ, കച്ചിക്കൊട്ട്, കപ്പോലി, കാവടിത്തുള്ളൽ, കോലംതുള്ളൽ എന്നിവയെല്ലാം പ്രധാന ചടങ്ങുകളാണ്. കലിതുള്ളി അലറുന്ന കാളി, കാളിയെ പൊട്ടിച്ചിരിപ്പിക്കാനുതകുന്ന മറ്റു കോലങ്ങൾ, ഭക്തിഭാവമുള്ള ഭൈരവി കോലങ്ങൾ, തീവ്രഭാവമുള്ള കാലൻ കോലം, ഗണപതി കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, പിശാചുകോലം, മാടൻ കോലം, മറുതക്കോലം, ഗന്ധർവകോലം എന്നിങ്ങനെ നിരവധി കോലങ്ങൾ പടയണിയുടെ സവിശേഷതകളാണ്. കലിതുള്ളി അലറുന്ന കാളി, കാളിയെ പൊട്ടിച്ചിരിപ്പിക്കാനുതകുന്ന മറ്റ് കോലങ്ങൾ, ഭക്തിഭാവമുള്ള ഭൈരവി കോലങ്ങൾ, തീവ്രഭാവമുള്ള കാലൻ കോലം, ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, പിശാചുകോലം, മാടൻ കോലം, മറുതക്കോലം, ഗന്ധർവകോലം എന്നിങ്ങനെ നിരവധി കോലങ്ങൾ പടയണിയുടെ സവിശേഷതകളാണ്.